കന്മാർക്കാർ വിളിച്ചിട്ടല്ലേ വന്നേ? അമ്പല കമ്മിറ്റിക്കാർ വിളിച്ചിട്ടാണ് വന്നേ. ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രമുറ്റത്ത് പൂക്കളമിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ RSS അനുഭാവികളും പ്രവർത്തകരുമായ 27 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഓണത്തിന് അത്തപ്പൂക്കളമിട്ടാൽ കേസാക്കുന്നത് നീതിയാണോ? ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളമിട്ടാൽ മുൻ സൈനികനടക്കമുള്ളവരെ പ്രതിയാക്കി ഈ രാജ്യത്ത് കേസെടുക്കുന്നത് ശരിയാണോ? പൂക്കളം ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കിയാൽ അതിന് കലാപശ്രമമടക്കം പോലീസ് വകുപ്പ് ചുമത്തുന്നത് ജനാധിപത്യപരമാണോ? പൂക്കളം ഒരുക്കിയതിന് FIR ഇട്ട നടപടി BJP ആരോപിക്കുന്നത് പോലെ തികച്ചും രാജ്യദ്രോഹപരമല്ലേ? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ഈ ചോദ്യങ്ങൾക്കൊപ്പം ഇനി ചില മറുചോദ്യങ്ങൾ കൂടി. രാഷ്ട്രീയം കലർന്ന പൂക്കളങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഒഴിവാക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടും പൂക്കളത്തിൽ കാവിക്കൊടി വെച്ചതിൽ കലാപമുണ്ടാക്കാനുള്ള നീക്കമില്ലേ? സംഘർഷ സാധ്യത ഒഴിവാക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടും ക്ഷേത്രത്തിൽ നിന്ന് 50 മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ഫ്ലക്സ് സ്ഥാപിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പകയുണ്ടാക്കാനല്ലേ? ക്ഷേത്ര പരിസരത്ത് കൊടിത്തോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കെട്ടുന്നത് ഹൈക്കോടതി നിരോധിച്ചിട്ടും ഫ്ലക്സ് അടക്കം വെച്ചത് സംഘർഷത്തിന് വഴിമരുന്നിടാനല്ലേ? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെന്ന് പൂക്കളമിട്ടവരും RSSും പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പക്ഷേ പോലീസ് FIRൽ പരാമർശമില്ല. ഓണപ്പൂക്കളമിട്ടാൽ കേസെടുക്കുന്നത് എന്തിന്? ഇട്ടത് ഓണപ്പൂക്കളമോ രാഷ്ട്രീയ ലക്ഷ്യമോ? എന്താണ് സത്യം? പരിശോധിക്കുന്ന പ്രൈം ഡിബേറ്റ് സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനൽ ചേർന്നു BJP വക്താവ് ശ്രീ കേണൽ ഡെനി, BJP സഹയാത്രികൻ ബിജു നായർ, CPM സഹയാത്രികൻ M ജയചന്ദ്രൻ, ഒപ്പം ഇടത് നിരീക്ഷകൻ ആയർ ബിജു. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ കേണൽ ഡെനി, ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. അതിനെ ചൊല്ലിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ആ തരത്തിലുള്ള താങ്കളടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം വന്നത് അതിനുശേഷമാണ്. പക്ഷേ FIRൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വാക്ക് പരാമർശിച്ചിട്ടേയില്ല. അതല്ലാതെ ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കേസെടുക്കുന്നു. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഫ്ലക്സുകൾ, കൊടിതോരങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ പൂക്കളത്തിൽ, ഈ വിഷയങ്ങളിലൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കണം എന്ന് പോലീസ് നിർബന്ധമായിട്ട് പറഞ്ഞു എന്ന് പൂക്കളമിട്ടവരടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? മാഡം നോക്കൂ, ഇന്നിപ്പം ഈ വിഷയത്തിൽ ഞാൻ ആ സ്ഥലത്ത് ഈ അമ്പലത്തിന്റെ അവിടെ പോയിരുന്നു. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ചു. നേരിട്ട് ആ സ്ഥലം സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് പോയിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ അതുപോലെ തന്നെ ഇന്നലെ തൊട്ടേ ഈ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ആ ഒരു ഏരിയയിൽ പല വർഷങ്ങളായിട്ട് ഈ പൂക്കളം ഇടാറുണ്ട്. അവിടുത്തെ സമിതിയിൽ ശരിയാണ്, അവിടെ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം CPM ഭരിക്കുന്ന ഒരു മുൻതൂക്കമുള്ള ഒരു സമിതിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഭരണം അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാ വർഷവും അവിടെ പൂക്കളം ഇടാറുണ്ട്. ഈ വർഷവും പൂക്കളം ഇടാൻ വേണ്ടി യുവാക്കൾ മുന്നോട്ട് വന്നു. അങ്ങനെ ആദ്യം സമിതിയായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പോലീസുമായിട്ട് എടുത്ത് പോയി. പോലീസിന്റെ അനുമതിയോടെ കൂടെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹമാണ് വന്ന് ഫ്രണ്ടില്, അതായത് ഈ ഭഗവാന്റെ ഫ്രണ്ടില് നേരെ ക്ഷേത്രത്തിന്റെ പുറത്ത്, റോഡിന്റെ സൈഡിലായിട്ട് ക്ഷേത്രത്തിന്റെ പുറത്ത് ആ മുൻവശത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് പറഞ്ഞ സ്ഥലത്ത് പോലീസ് 2 ഏരിയ കൊടുത്തു. ഒന്ന് സമിതിക്ക് പൂവിടാനും ഒന്ന് ഈ സംഘം ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് പൂവിടാൻ വേണ്ടിയുള്ള സ്ഥലം കൊടുത്തു. എന്നിട്ട് പോലീസ് അവിടെ നിന്നു. കാരണം ഇവിടെ സംഘർഷം മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പോലീസ് അവിടെ നിന്നു. ആ പോലീസിന്റെ മുന്നിലാണ് ഇവർ ഈ പൂക്കളമെല്ലാം ഇട്ടത്. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇതെല്ലാം കണ്ട് പോലീസ് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴാണ് ഈ ഭരണസമിതിയുടെ ആളുകൾ അവിടെ വരികയും ഈ പൂക്കൾ ഇതിനകത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ഇട്ട് എന്നുള്ള രീതിയിലേക്ക് അതൊരു ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഇടാൻ പാടില്ല എന്നുള്ളൊരു തർക്കം വന്നത്. അങ്ങനെയാണ് പിന്നീട് പോലീസ് തിരിച്ചു വരികയും അവരെടുത്തത് മാറ്റാൻ വേണ്ടിയുള്ള വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അവർ പറഞ്ഞു അത് മാറ്റത്തില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ വീണ്ടും അതിന് മാറ്റാൻ വേണ്ടി ഒരു ഇതുകൊണ്ട് അവിടെ എന്താ പറയുക കാവിക്കൊടിയുടെ
ഒരു ഒരെണ്ണം വെച്ച് ഞാൻ ചോദിക്കുന്നത് അത് ഈ എന്താ പറഞ്ഞ ഈ പൂ വെച്ചിട്ടുള്ള ഒരു പൂക്കളമാണ്. ആ പൂക്കളത്തിനകത്ത് എല്ലാ തരത്തിലുള്ള പൂക്കളും ഉണ്ട്. അപ്പൊ അതിനകത്ത് കാവിക്കൊടിയുടെ പൂക്കൾ ഉണ്ട് അല്ലെങ്കിൽ കാവിക്കൊടി വരച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത് അത്. രണ്ടാമതായിട്ട് അത് പാർത്ഥസാരഥി അമ്പലമാണ്. ഈ പാർത്ഥസാരഥി അമ്പലം എന്ന് തന്നെ നമുക്കറിയാം ഭഗവാൻ കൃഷ്ണന്റെ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ തേരോടിക്കാൻ വേണ്ടി അതാണ് പാർത്ഥസാരഥി എന്ന് പറയുന്നത്. ആ ഭഗവാൻ കൃഷ്ണന്റെ ആ തേരിന്റെ മുകളിലുള്ള ഏത് ധ്വജമാണ്? അന്നും RSS ഉണ്ടായിരുന്നു. അപ്പൊ ആ ധ്വജത്തിന്റെ ഒരു പ്രതീകമായിട്ട് അവരവിടെ ആ പൂക്കൾ വെച്ച് ജമന്തി പൂക്കൾ വെച്ചിട്ടുള്ള ആ പൂക്കൾ വെച്ചിട്ട് അവിടെ അത് ചെയ്തിരുന്നു. അതിനെ ഒരു RSSന്റെ പതാകയാക്കി മാറ്റി. അപ്പം ആദ്യം തുടങ്ങിയത് അവർ ഓപ്പറേഷൻ സിന്ദൂർ മാറ്റണമെന്നുള്ളതായിരുന്നു. പിന്നീട് അത് സക്സസ്ഫുൾ അല്ല എന്ന രീതിയിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ കൊടിയാണെന്ന്. പിന്നീട് അവർ പറഞ്ഞ ഒരു ഫ്ലെക്സ് അവിടെ ആ പരിസരത്തൊന്നും അല്ല ഒരു ഫ്ലെക്സ്. ആ ഫ്ലെക്സ് ഏകദേശം കുറച്ച് ദൂരം ഒരു പൊതു പ്രോപ്പർട്ടിയിൽ നിന്ന ഒരു ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സിന്റെ അവർ പറഞ്ഞ ശിവാജി മഹാരാജിന്റെ ആ ഫ്ലെക്സ് ഇരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ശിവാജി മഹാരാജും ഏത് രീതിയിലുള്ള പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് എന്നോട്ടാണ് നമുക്ക് അങ്ങനത്തെ ഉള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. അതും ഒരു വലിയൊരു വിഷയമാണ്. അപ്പൊ ആദ്യം ഇവർ തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂർ എഴുതാൻ പാടില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചിരുന്നത്. അത് എഴുതാൻ പാടില്ല എന്ന് വെച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അത് വളരെ രീതിയിൽ വ്യാപകമായിട്ട് പ്രതിഷേധം വന്ന സമയത്താണ് പിന്നീട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജമന്തി പൂ വെച്ചിട്ടുള്ള ധ്വജ, ആ ധ്വജ പാർത്ഥസാരഥി അമ്പലത്തിന് മുന്നിൽ ധ്വജ ചെയ്യാൻ പറ്റില്ല. പിന്നെ എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഒരു ഫ്ലെക്സ് ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു ഫ്ലെക്സിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. കാരണം ഈ ക്ഷേത്രത്തിന്റെ പുറത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് വേറെ യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൊടിയും അവിടെ പാടില്ല എന്ന്. അങ്ങനെ ഒരു കൊടിയും അവിടെ ഇല്ല. അപ്പൊ ഇതാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് പോലീസ് വന്ന് ചെയ്തത് എന്താണ്? പോലീസ് വന്ന് 25ഓളം പേരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് കലാപത്തിനുള്ള ഒരു കേസാണ് രജിസ്റ്റർ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അത്തപ്പൂ ഇടുക, ആ അത്തപ്പൂവിനകത്ത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേര് എഴുതി വെക്കുക. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് എഴുതുന്നതാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് എഴുതിക്കൂടാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഈ പൂക്കളം ഇടുന്നത് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്? നമ്മളെ സൈനികർ അവരുടെ ആ ജോലി അവർ ബോർഡറിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ ചർച്ചയും അവർക്ക് അവിടെ പൂവിടാനും അവർക്ക് അമ്പലത്തിൽ പോകാനും എല്ലാവർക്കും സാധിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു റെസ്പെക്ട് എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ആദരവ് എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ കുട്ടികൾ ഒരു പൂവിട്ട് അതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ ഇട്ട് കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇപ്പം ഇത് പാകിസ്ഥാനൊന്നും അല്ലല്ലോ. ഇതിപ്പം നമ്മൾ അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് പാകിസ്ഥാനിൽ പോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ്, അവർക്ക് നാണക്കേടുണ്ടായ ഒരു കാര്യമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ. അപ്പൊ അവർക്ക് മനസ്സിലായി നമുക്കിത് ശരിയല്ല, നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വെച്ച് എഴുതി കഴിഞ്ഞാൽ അത് ഇത്രയും വലിയൊരു വിഷയം എങ്ങനെയാണ് ആവുന്നത് കേരളത്തിൽ മാത്രം? അപ്പൊ അത് തീർച്ചയായിട്ടും അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത് രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുവന്നത് ആ ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിലുള്ള സെക്രട്ടറി ആയാലും ശരി, ട്രഷറർ ആയാലും ശരി, ഇവരെല്ലാവരും CPM ആയിട്ടുള്ള ബന്ധമാണ്. മുൻ ബ്രാഞ്ച് സെക്രട്ടറി എങ്ങാണ്ടാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. അതുപോലെ തന്നെ ട്രഷററും അവിടുത്തെ ആക്റ്റീവ് ആയിട്ടുള്ള CPM മെമ്പേഴ്സ് ആണ്. ആ ഭരണസമിതി മൊത്തം ഒരു CPM അനുകൂലം അല്ലെങ്കിൽ CPMന്റെ ആളുകൾ തന്നെയാണ് അതിനകത്ത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു അലർജി. അപ്പൊ ഇത് കേരളത്തിൽ ഒരിക്കലും നമ്മളത് എന്താ പറഞ്ഞാൽ അത് അങ്ങനെ ഒരു വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ഭാരതത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ സൈന്യം ചെയ്ത ഓപ്പറേഷൻ ഒരു പൊതു സ്ഥലത്ത് അവിടെ എഴുതി വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അല്ല ശ്രീ കേണൽ ഡിനി, അല്ല അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ ഛത്രപതി ശിവജിയുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്ന ഈ പൂക്കുളത്തിന് 50 മീറ്റർ മാറിക്കൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കൊടിയാണെങ്കിലും അത് അർജുനന്റെ രഥത്തിന്റെ കൊടിയാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ. പക്ഷേ നേരത്തെ തന്നെ താങ്കൾ അവിടെ നേരിട്ട് പോയ ഒരാളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രീതിയിലുള്ള പൂക്കളവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ട് അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്നുള്ള കാര്യം താങ്കൾക്ക് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അതോ ആ വിവരം താങ്കളെ ആരും ധരിപ്പിച്ചിട്ടുണ്ടായില്ലേ? ക്ഷേത്ര കമ്മിറ്റി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പൂക്കളം ഇടരുത് എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു സംഘർഷ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ വിവരം അറിഞ്ഞിരുന്നോ താങ്കൾ? തീർച്ചയായിട്ടും അതെനിക്കറിയാമല്ലോ. ഞാനത് എടുത്ത് പറയുകയും ചെയ്തല്ലോ. അവിടെ അതുപോലെ തന്നെ അതും ഒരു വലിയൊരു ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. കാരണം അതൊരു വേറൊരു വിഷയമാണ്. ഇപ്പൊ കാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു സംഘടനയുടെ മാത്രമാണ്. കാവി എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ആണെന്നുള്ളത് അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് പലരും മറന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭഗവാൻ കൃഷ്ണനെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ സാരഥിയായിട്ട് ആ തേരിന്റെ മുകളിൽ നിന്നത് കാവിക്കൊടി തന്നെയാണ്. അതിന് അന്ന് ഒരു RSSO അങ്ങനെ വേറൊരു സംഘടനയൊന്നും ഇല്ലായിരുന്നല്ലോ. ആ RSS ആ ഒരു കാവിയുടെ കൊടി അവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിലും പോയി ഹൈക്കോടതി അതിന്റെ എന്താ പറഞ്ഞ അങ്ങനത്തെ
വേറെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കോർട്ടിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരെയും അത് പിന്നീട് അതിനെ ചാലഞ്ച് അതിന്റെ ഒരു നിയമവശമായി നടക്കുന്നുണ്ട്. അല്ല, ആ ഉത്തരവ് അവിടെ ഉണ്ട്. ആ ഉത്തരവ് ചലഞ്ച് ചെയ്തിട്ടില്ല, സ്റ്റേയും ഇല്ല, ആ ഉത്തരവ് ഉണ്ട്. അല്ല, ഉണ്ട്. അതിന് പക്ഷെ അതിനിപ്പോ ഇനി പല ആളുകൾ പോകുന്നുണ്ടല്ലോ, അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അതിന് കേസ് കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നാണ്. അതായത് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഈ ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്നതിന്റെ പുറത്താണ്. അതാണ് മാഡം ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ മനസ്സിലാക്കുക, അതായത് ഈ ഹൈക്കോടതിയുടെ ഇങ്ങനൊരു വിഷയം ഉണ്ടായത് തന്നെ പോലീസിനടുത്ത് സംസാരിച്ചിട്ടാണ്. പോലീസാണ് അവിടെ രണ്ടുപേർക്കും ഏരിയ കൊടുത്തത്. ഇൻഫാക്ട് ആ ഫോട്ടോഗ്രാഫ്സ് കാണുകയാണെങ്കിൽ അവർ അതിന്റെ സെന്ററിലായിട്ട് ഒരു കറക്റ്റ് ആയിട്ട് ഒരു ബോർഡർ ഡിമാർക്കേറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഇപ്പുറത്തോട്ടുള്ളത് സമിതി ചെയ്യണം, ഇപ്പുറത്തെ ഭാഗത്ത് ഇവിടുത്തെ യുവാക്കൾക്ക് ചെയ്യാമെന്നുള്ളത് പോലീസാണ് വന്ന് ചെയ്തത്. പോലീസിന്റെ അവിടെ പ്രസൻസിലാണ് ഈ പൂക്കളം മൊത്തം ഇട്ടത്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നീട് പോലീസ് പോയി കഴിഞ്ഞ് ഈ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ്, ഈ സമിതി വന്നപ്പോഴാണ് പ്രശ്നം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു രാഷ്ട്രീയ കൊടിയോ ഒന്നും അവിടെ ഇല്ല. അവിടെ വന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് മാത്രമാണ്. ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരാണ് അവരത് അതിനെ ഒപ്പോസ് ചെയ്തതും അല്ലെങ്കിൽ അതിനെ എതിർത്തതും. ആ പോയിന്റ് വ്യക്തമാണ് ശ്രീ കേണൽ ഡിനി, ആ പോയിന്റ് വ്യക്തമാണ്. നമുക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ എം ജയരാജ് നമുക്കൊപ്പുണ്ട്. ശ്രീ ജയരാജ്, ഹൈക്കോടതി ഉത്തരവുണ്ട്, രാഷ്ട്രീയപരമായിട്ട് കുറെ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം കൊടിതോരണങ്ങളും ഫ്ലക്സും വേണ്ട എന്നുള്ളത്. പക്ഷേ ഇത് പോലീസ് അനുമതി കൊടുത്തിരുന്നു, പോലീസ് നോക്കി നിന്നിരുന്നു ഈ രണ്ട് പൂക്കളങ്ങളും ഉണ്ടാക്കാൻ. പൂക്കളം ഉണ്ടാക്കിയപ്പോഴും പോലീസിന് വിഷയമുണ്ടായില്ല. അതിനുശേഷം പോലീസ് തിരികെ വന്നതിന് ശേഷം വിഷയമുണ്ടാക്കി. അത് സംഘർഷത്തിലേക്കും തർക്കത്തിലേക്കും കടന്നു. പിന്നീട് അത് കേസിലേക്ക് പോയി, FIR ഇട്ടു, പൂക്കളം ഇട്ടവർക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ പോലീസ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പൂക്കളം ഇട്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു ശ്രീ കേണൽ ഡിനി. നാട്ടുകാരും അതാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? ക്ഷേത്ര കമ്മിറ്റിക്ക് അതിനകത്ത് പങ്കില്ല എന്നാണോ? ഇക്കാര്യത്തിൽ ക്ഷേത്രസഭ, മുതലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രസഭയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ധീര സൈനികരുടെ പ്രവർത്തനത്തെ അങ്ങേയറ്റം ആദരപൂർവ്വം കാണുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെയുള്ളത്. അത് ഈ രാഷ്ട്രത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് അതിർത്തിയിൽ ജോലി ചെയ്യുന്ന എല്ലാ സൈനികരോടുമുള്ള ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഒരു നാട്ടുകാരൻ, ഒരു പൗരൻ എന്ന തരത്തിൽ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബഹുമാനപൂർവ്വമാണ് ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അതിനെ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇക്കാര്യം അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അത്ര പൂക്കളം ഇടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ. പക്ഷെ പോലീസ് അത് കഴിഞ്ഞ് പോയതിനു ശേഷമാണ് അവിടെ മറ്റ് ചിഹ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷൻ സിന്ദൂർ എന്നടക്കമുള്ളവ അവിടെ ആലേഖനം ചെയ്യുന്നത്. അതിന് ശേഷമാണ് പിന്നീടാണ് പോലീസ് വീണ്ടും അവിടെ എത്തുകയും അവിടെ എത്തിയ സമയത്തിന് ശേഷമാണ് പിന്നീട് തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അതായത് ഞാൻ ചോദിക്കുന്നത്, പൂക്കളം കൊണ്ട് കാവിക്കൊടി പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പ്രമേയം, ഇതിന് രണ്ടും ഇട്ടത് ഇതിന് ശേഷമാണ് എന്നാണോ? അത്തപ്പൂക്കളം പൂർണ്ണമായി വന്നതോടുകൂടിയാണ് പോലീസ് ഇവിടെ നിന്നും ഈ ഗ്രൗണ്ട് വിട്ട് പോകുന്നത്. അത് വെളുപ്പിന് ഏകദേശം ഒരു 5 മണിയോടുകൂടിയാണ് അത് അവിടുന്ന് അത്തപ്പൂക്കളം പൂർണ്ണമായി, രണ്ടു കൂട്ടരുടെ അത്തപ്പൂക്കളം പൂർണ്ണമായി വരുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അല്ല, ഞാൻ ചോദിച്ചത് അതൊന്ന് ക്ലിയർ ആക്കണം ശ്രീ എം ജയരാജ്. പോലീസ് ഇട്ടുപോയതിനു ശേഷം ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ ഇട്ടു, അതാണോ നിങ്ങൾ പറയുന്നത്? അതെ 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 അതെ. അല്ല, അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസമുണ്ടായി എന്നല്ലേ അത് വ്യക്തമാകുന്നത്? അത് FIR ഇല്ല. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിൽ അതിനുശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് FIR പരാമർശിക്കുന്നില്ല. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ അവിടെ എഴുതിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അത് രണ്ടും കൂടി അങ്ങനെ ചേർന്ന് പോകും. ക്ഷേത്ര സംരക്ഷണ സമിതി, ക്ഷേത്ര ഭരണസമിതി കൊടുത്ത പരാതിയിലോ പോലീസിന്റെ FIR-ലോ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഒരു പരാമർശമില്ല, ഒരു പരാതി. പിന്നെന്താണ് വിഷയം? പിന്നെന്താണ് വിഷയം? പോലീസ് വന്നു, അവർ അത്തപ്പൂക്കളം ഇട്ട് പോയി. ഓപ്പറേഷൻ സിന്ദൂർ ഇട്ടതിൽ നിങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പിന്നെന്താണ് പ്രശ്നം? അതിനുശേഷമാണ് ക്ഷേത്രത്തിന്റെ 100 മീറ്റർ ചുറ്റളവിൽ ഈ കൊടിതോരണങ്ങളോ മറ്റ് ചിഹ്നങ്ങളോ ഒന്നും പാടില്ല എന്ന പറഞ്ഞ ഹൈക്കോടതി വിധിയുള്ളത്. ആ ഹൈക്കോടതി വിധി നിലനിൽക്കുമ്പോഴാണ് ഈ തൊട്ടടുത്ത് ശിവജിയുടെ ഒരു മുതുകിലാക്കാട് ദേശം എന്ന് പറഞ്ഞ ഫ്ലക്സ് മാത്രമാണ് വിഷയം, പൂക്കളമല്ല വിഷയം. ഫ്ലക്സ് മാറ്റണം എന്നാണോ? പക്ഷെ FIR-ൽ അങ്ങനെയല്ലല്ലോ, ഫ്ലക്സ് മാറ്റണം എന്ന് മാത്രമാണോ? മാത്രമല്ല ഇവിടെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ വന്നിട്ടുണ്ട്, കൊടിതോരണങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ക്ഷേത്ര ഭരണസമിതി എന്നുള്ള തരത്തിൽ മറ്റൊരു വിഭാഗം നിൽക്കുകയാണ്. ഇവിടെ വേറെ കൊടി ഇവിടെ കൊണ്ടുവന്ന് കിട്ടും,
വേറെ അത്തപ്പൂക്കൾ ഇടും, അവിടെ നമ്മൾ പിന്നെ വേറെ ചിഹ്നം വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികളുടെ മേൽ അമിതമായ സമ്മർദ്ദമാണ്. നമുക്ക് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് എന്താണ് ആത്മനിർവൃതിക്ക് ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് അവർക്കെല്ലാം സംരക്ഷണം. ശരി, അല്ല ഈ പൂക്കളത്തിൽ പൂക്കളം കൊണ്ട് ഒരു കാവിക്കൊടിയുണ്ട്. പാർത്ഥസാരഥിയുടെ ക്ഷേത്രമാണ്, ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമാണ്. സ്വാഭാവികമായിട്ടും ശ്രീകൃഷ്ണൻ അർജുനന്റെ രഥം ഓടിക്കുമ്പോൾ ആ രഥത്തിൽ ഉണ്ടായിരുന്നത് ഈ കാവി കളറല്ലേ? അതാണ് കേണൽ ഡിന്നി അടക്കം ചോദിക്കുന്നത്. അങ്ങനെ കണ്ടാൽ പോരെ? പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ അല്ലാതെ ഈ കൊടി വെക്കുന്നതിനെ ആ തരത്തിൽ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി നമുക്കതിനകത്ത് ആ രൂപത്തിൽ കാണുന്നതിന് നമുക്കെതിരില്ല. പക്ഷെ എതിർ ഒരു വിഭാഗം നമ്മളെ പ്രയാസപ്പെടുത്തുകയാണ്. അത് വെക്കാൻ പാടില്ല, അത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ വേറെ കൊടി ക്ഷേത്രത്തിനകത്ത് കൊണ്ട് കെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശരി, ഞാൻ തിരികെ എത്താം ശ്രീ. ശരി, ഞാൻ തിരികെ എത്താം ശ്രീ എം ജയചന്ദ്രൻ. ബിജു നായർ, താങ്കൾക്ക് വരുന്നതിന് മുമ്പ് എം ജയചന്ദ്രൻ, ഇത് വലിയൊരു വിഷയം ഉണ്ടാക്കുക, അങ്ങനെ കേരളം മുഴുവൻ ചിന്തിക്കുക, ഒരു പൂക്കളം ഇട്ടാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുക. ഒരു അത്തപ്പൂക്കളത്തിൻ്റെ കാര്യമാണ് ഇത്. അങ്ങനെ കണക്കാക്കി പോകുന്നതിന് പകരം ഇതൊരു വലിയ വിഷയമാക്കുക, ഇതിൽ കേസെടുപ്പിക്കുക, FIR ഇടുക. ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിഷയമാണോ എന്ന് ചോദിക്കേണ്ടി വരിക. അതൊട്ട് FIR ഇല്ലതാനും. ഇങ്ങനെ വലിയ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഓണത്തിന് പൂക്കളമിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥലമായി മാറിയോ? CPM പോലീസിനെ ഉപയോഗിച്ച് ഈ രീതിയിലുള്ള ധാർഷ്ട്യം കാണിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്ത് സെൽഫ് ഗോളാണ് പോലീസിനെ വെച്ച് കാണിക്കുന്നത് സർക്കാരും പോലീസും? അല്ല, ഇപ്പൊ അപർണ ചോദിച്ചല്ലോ, പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ത് സെൽഫ് ഗോളാണെന്ന് തന്നെയാണല്ലോ ചോദിച്ചത്. ഇതിൻ്റെ അകത്ത് ഭരണകക്ഷിയിലെ ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടതായി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അങ്ങനെ തർക്കമുണ്ടോ? ഇല്ലല്ലോ. ഒന്ന്. രണ്ടാമത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ് തർക്ക വിഷയം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് പറയുന്നത് ആരാണ്? RSSുമായും BJPയുമായും ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമാണ്. ഇത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്, തർക്കം അതാണ്, അതുകൊണ്ട് രാജ്യദ്രോഹമാണ്, ഇത് പാകിസ്ഥാനല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇത് മാത്രമല്ല അപർണ, ഇതൊരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണെന്നേ. ഇപ്പൊ കേണൽ ഡിനി ഇവിടെ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ, അർത്ഥസത്യമാണ് അദ്ദേഹം പറഞ്ഞത് മുഴുവനും. ഇതൊരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണെന്ന് പറയുന്നത് മറ്റ് പല കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് വെക്കാതെ ഇതിനെ കാണാൻ കഴിയില്ല. ജൂൺ 5-ാം തീയതി അടുത്ത ഈ വർഷം ജൂൺ 5-ാം തീയതിയാണ് ആദ്യം തുടങ്ങിയത് രാജ്ഭവനിൽ. എന്തായിരുന്നു? ഭാരത് മാതാ വിവാദം. അത് കഴിഞ്ഞ് ജൂൺ 19-ാം തീയതി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടി അതേ രാജ്ഭവനിൽ. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട വിഷയം. അത് കഴിഞ്ഞ് ഇപ്പൊ ഇതാ ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങി, ഏതാണ്ട് ഒരു മാസം മുമ്പ് തുടങ്ങി പിന്നെ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പരസ്യമായി ആഹ്വാനം. ഞാൻ ജനൻ ടിവിയിൽ 2-3 ചർച്ചകൾ പങ്കെടുത്ത ആളാണ്. SJR കുമാറിനെ പോലുള്ളവർ ഞങ്ങളിത് നടത്താൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, അതങ്ങനെ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അത് ഞാൻ ചോദിച്ചതാണ്. പിന്നീട് അതിൽ നിന്ന് അവർ മാറിയിട്ട് 22-ാം തീയതി ബദൽ സംഗമം നടത്തുന്നു. ഓക്കെ, നടക്കട്ടെ. അപ്പൊ ഇപ്പോ ഇത് വീണ് കിട്ടിയപ്പോ ഇവര് ഹൈലൈറ്റ് ചെയ്യുന്ന ഏതാണ് ഇഷ്യൂ? ഇവിടെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ. മനുഷ്യനെ വൈകാരികമായി ഉത്തേജിപ്പിക്കാമല്ലോ. പ്രശ്നം ഇതാണ്, എങ്ങനെയാണ് ഭൂരിപക്ഷ സമുദായത്തിലോ ഡിവിഷൻ ഉണ്ടാക്കാൻ കഴിയുക? ഇപ്പോ അപർണ തന്നെ ചോദിച്ചു ചില കാര്യങ്ങൾ. വർഷങ്ങളായി ഈ പറഞ്ഞ മുതുവിലാക്കാട് ക്ഷേത്രത്തിൽ പിന്നെ RSS നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയായിരുന്നു ഭരിച്ചിരുന്നത്. എല്ലാ വർഷവും അവർ പൂക്കളം ഇടുമായിരുന്നു. അതിലെ RSSുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ പിന്നെ എഴുതി തന്നെ വെക്കുമായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്ക വിതർക്കങ്ങൾ ഉണ്ടായി. ഇത്തവണ അതിന്റെ പാരമ്യത്തിലെത്തി. അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ CPMകാർ മാത്രമല്ല കേട്ടോ, കോൺഗ്രസ്സുകാരുമുണ്ട്. കോൺഗ്രസ്സുകാരും CPMും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് RSSകാരെ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത വിധം ന്യൂനപക്ഷമാക്കിക്കൊണ്ട് ഭരണസമിതിയിൽ വന്നത്. അതാണിപ്പോ നടക്കുന്നത്. എന്നിട്ടിപ്പോ പിന്നെ ട്രഷറർ പറഞ്ഞല്ലോ, അതാണ് അതിനകത്ത് ആർക്കും പരിശോധിക്കാവുന്ന. കേരള ജിന്നെ അവിടെ പോയ ആളായിട്ട് ഒരു അദ്ദേഹം പറയാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തതെന്നുള്ള അദ്ദേഹം മറുപടി പറയുമായിരിക്കാം. കാരണം 2 പൂക്കളങ്ങളും വെളുപ്പിനെ തീരുന്നത് വരെ പോലീസുകാർ അവിടെ ഉണ്ട്. അപ്പോഴിതൊന്നും എഴുതി വെച്ചിട്ടില്ല, പ്രശ്നങ്ങളുമില്ല. അതിനുശേഷമാണ് ചിഹ്നങ്ങളും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും വരുന്നത്. അപ്പോഴാണ് എതിർ വിഭാഗങ്ങൾ അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും തർക്കമുണ്ട് പ്രസിഡന്റ്, ഞങ്ങൾക്കും തർക്കമുണ്ട് സെക്രട്ടറി, ഞങ്ങൾക്കും തർക്കമുണ്ട് ഖജാൻജി എന്ന് പറഞ്ഞ് പിന്നെ അതൊരു പിന്നെ ഈ തർക്കമായിട്ട് തുടങ്ങുകയും തർക്കം വാക്കേറ്റമാവുകയും വാക്കേറ്റം കയ്യേറ്റമാകാതിരിക്കാനായിട്ടാണ് അവര് തന്നെ ഭരണസമിതി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അല്ലാതെ വേറെ വഴിയില്ല അവരുടെ മുമ്പിൽ. അല്ലെങ്കിൽ ഭരണസമിതി ഇതിന്റെ ഭാഗമായി നിൽക്കണം.
ഈ വാക്കേറ്റം കയ്യേറ്റമായി മാറുന്നതിന് അവർ സാക്ഷിയായോ അല്ലെങ്കിൽ കൂടെയോ ചേരേണ്ടി വരും. ആ സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇത് നടപ്പാക്കിയത് ഏതാണ്? നടപ്പാക്കിയത് ഹൈക്കോടതി വിധിയാണ്. ഹൈക്കോടതി വിധിയിൽ എന്താണ് പറയുന്നത്? ഞാൻ അധികമൊന്നും പറഞ്ഞു പോകുന്നില്ല ഈ ആദ്യഘട്ടത്തിൽ. ഇത്ര മാത്രമേ ഉള്ളൂ. FIR RSS അനുഭാവികളും പ്രവർത്തകരുമായ 1ഉം 2ഉം പ്രതികൾക്കും കണ്ടാലറിയാവുന്ന മറ്റ് 25ഓളം പേർക്കും സ്ഥലത്ത് കലാപം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കരുതലോടും കൂടി ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിരിക്കെ പ്രതികൾ ആയതിനു വിപരീതമായി 4/9/2025 രാത്രി 9 മണിയോടെ ശാസ്താംകോട്ട വില്ലേജിൽപ്പെട്ട മുതുവിലാക്കാട് പാർശ്വനാഥ ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളവും RSSന്റെ കൊടിയെ സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടി നിർമ്മിച്ചും ക്ഷേത്രത്തിൽ നിന്ന് 50 മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്തായി ഛത്രപതി ശിവജിയുടെ പടം വെച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് പ്രതികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ തമ്മിൽ കലാപം ഉണ്ടാക്കുന്നതിന് ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് പോലീസ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതി പോലീസിന് ചെവിക്ക് പിടിക്കും. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ് എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് ഈ ഉത്സവകാലത്ത് എന്നുള്ളത്. അതിന്റെ വയലേഷൻ ഉണ്ടാവാതിരിക്കാൻ വെളുപ്പാങ്കാലം വരെ പോലീസ് കാവൽ നിന്നു. പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പോലീസ് പിരിഞ്ഞപ്പോഴേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് അത് തങ്ങളാൽ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കിയ സ്റ്റേഷനിലേക്ക് പോയി. ഒന്നും ചോദിച്ചോട്ടെ, ഒന്ന് വഴങ്ങി തരുമോ? തീർച്ചയായിട്ടും ചോദിക്കൂ സാർ. സാർ പറഞ്ഞത് ഇപ്പം ശരിയാണ്. അപ്പം ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പൂക്കൾ കൊണ്ട് അത്തപ്പൂവും എന്നിട്ടാണ് പറയുന്നത്. അപ്പൊ അനുവാദമില്ലാതെ പൂക്കൾ അവിടെ ഇടുകയാണെങ്കിൽ എന്തിനാണ് സർ പിന്നെ പോലീസ് അവിടെ കാവൽ നിന്ന് പോലീസിന്റെ നിരീക്ഷണത്തിൽ അത് ചെയ്തത്? അല്ലെങ്കിൽ എന്തിനാണ് സർ പോലീസ് വന്നിട്ട് ഈ 2 ഭാഗത്തൊക്കെ നിങ്ങൾ ഇവിടെ ഇട്ടോളൂ എന്ന് പറഞ്ഞത്? അതെന്താണെന്ന് സാർ പറയാം. ഒറ്റ സെക്കൻഡ്. ശ്രീ കേണൽ ഡെന്നീസ്, ഞാൻ MJ ജനറലിലേക്ക് തന്നെ വരാം. ഇപ്പോൾ പൂക്കളം ഇട്ട RSS പ്രവർത്തകൻ ഒരാള് സെൻലാല് നമുക്കൊപ്പമുണ്ട്. ശ്രീ സെൻലാല്, ആ കേസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, പോലീസ് നിങ്ങൾ പൂക്കളം ഇടുന്നത് വരെ പൂർണ്ണസമയം അവിടെ ഉണ്ടായിരുന്നു. ഇതെപ്പോഴാണ് ഇതൊരു തർക്കത്തിലേക്ക് പോയത്? എന്തായിരുന്നു ശരിക്കും ഉണ്ടായത് അവിടെ? കേൾക്കാമോ ശ്രീ സെൻലാൽ? ഹലോ, ഞാൻ റോഡിലാണ്. ഹലോ, കേൾക്കാമോ? താങ്കൾ പറഞ്ഞോളൂ. റോഡിലാണെന്ന് മനസ്സിലായി, പറഞ്ഞോളൂ. ഓക്കെ, റൈറ്റ്. ശ്രീ MJ ചന്ദ്രൻ, പ്രധാനപ്പെട്ട ഒരു വിഷയം താങ്കൾ ഈ എടുത്തു പറയുന്നത് പോലെ പോലീസ് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതല്ലേ എന്നുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു മാറ്ററിലേക്ക് കിടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങൾ അടക്കമുള്ളവയിൽ പോലീസ് എന്ത് ചെയ്യാറുണ്ട്, കോടതി നിർദ്ദേശങ്ങളുടെ എന്നൊക്കെയുള്ള ഒരു ജനറൽ വിഷയങ്ങളുണ്ട്. അതൊക്കെ വലിയ നീണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു തുമ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മതസ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തടിയാകുന്ന ഒരു സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അത് നടപ്പാക്കുന്നു എന്നുള്ളൊരു തോന്നൽ, ആ ഒരു പേടി ജനിപ്പിക്കാൻ ഈ ഒരു പോലീസ് നടപടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതല്ല, ഞാനത് പറഞ്ഞു വരികയായിരുന്നു. കാരണം മുതുവിലാക്കാട് പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ പറയുന്ന ഒരു അരക്ഷിത ബോധം ഇല്ല. അപർണ, നിശ്ചയമായും ഇല്ല. ഇത് ഒരു ക്ലാഷ് വേണം എന്ന് തീരുമാനിച്ച ശക്തികൾ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത് മുമ്പോട്ട് പോകാൻ പാടില്ലാത്തതാണ് കേട്ടോ, ഒരു കാരണവശാലും. അത് ഇരു പക്ഷങ്ങളായിട്ട് അല്ല. ശ്രീ MJ ചന്ദ്രൻ, മുതുപ്പിലക്കാട് ജനങ്ങൾക്ക് അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഇല്ല. വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പൂക്കളം ഇട്ടാൽ അതൊരു സംഘർഷത്തിലേക്ക് എത്തുമായിരുന്നോ? അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? അല്ല, പൂക്കളം അല്ലെന്നേ സംഘർഷത്തിന് കാരണം. പറഞ്ഞ പൂക്കളം അല്ല കാരണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ പറയുന്ന കേണൽ ജിന്നയും ബിജെപിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും സംഘവുമായി ബന്ധപ്പെട്ട ആൾക്കാരും അല്ലാത്ത ആരും ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂരിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം ബാക്കിയുള്ള ആർക്കും ആ പ്രശ്നമില്ല. അവർ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ സംഗതിയെ അല്ല എതിർത്തത്. അവർക്കത് പ്രശ്നമേ അല്ല. ഓപ്പറേഷൻ സിന്ദൂർ തർക്കവും അവർക്കില്ല. പ്രശ്നം ഇവിടെയാണ്. സമാധാനപരമായി തീരുമാനപ്രകാരം ഇരു കൂട്ടരും ഞങ്ങൾ ഇട്ടോളം പൂക്കളം എന്ന് RSS പറഞ്ഞാണ് കേട്ടോ ഇട്ടോണെ. ഇവരും അപ്പോഴാണ് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ പൂക്കളം ഇട്ടോളൂ, ഞങ്ങൾ ഞങ്ങളുടെ പൂക്കളം ഇട്ടോളാം എന്ന നിലപാടിലേക്ക് ഭരണസമിതി വരുന്നത് പോലും അപ്പോഴാണ്. അപ്പൊ ഞങ്ങൾ മാത്രം പൂക്കളം ഇട്ടാൽ മതി എന്നുള്ള നിലപാട് ഇത്തവണ ഉണ്ടായിരുന്നു RSSന്. പക്ഷേ പൊതുവായി എല്ലാവരും ഒരു ധാരണയിലെത്തുന്നു, വേണ്ട, നമുക്ക് മത്സരിക്കണ്ട, സമാധാനം വേണം എന്നുള്ള നിലയിൽ RSSന്റെ ഭാഗത്തുപെട്ടവരും ഇവരുടെ ഈ ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തുപെട്ടവരും യോജിക്കുകയാണ് പറഞ്ഞ. എങ്ങനെയാണ് ഇത് ഇടുന്നത്? പക്ഷേ
ചില എവിടെയും കാണുമല്ലോ, ചില എലമെന്റ്സ് കാണുമല്ലോ. ആ എലമെന്റ്സ് ആണ് അങ്ങനെയല്ല, ഇതിങ്ങനെ തന്നെ ശരി, വേണം. ഓക്കെ ശ്രീ എം ജയചന്ദ്രൻ, ഓക്കെ ഞാൻ ആ പോയിന്റിൽ നിന്ന് വരാം. ശ്രീ ബിജു നായർ, ഒരു സ്ഥലത്ത് സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തീ പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ തീ പിടിക്കാനുള്ള വെടിമരുന്ന് ഇട്ടുകൊടുക്കുന്നത് തടയുക എന്നുള്ളത് അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ്. സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയപരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റി കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങിക്കുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള കൊടിത്തോരങ്ങളോ ഫ്ലക്സുകളോ ബോർഡുകളോ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു കോടതി അവിടെ ഉത്തരവ് അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഈ ഛത്രപതി ശിവജിയുടെ ഫ്ലക്സും കാവിക്കൊടി പൂക്കളത്തിൽ ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് മറ്റുള്ളവർ പോലും ഞങ്ങളുടെ കൊടി ഇവിടെ വെച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. ഈ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ എല്ലാ വിഭാഗങ്ങളോടും സംയമനം എന്നുള്ളതാണല്ലോ ജനറൽ തത്വം. ആ ജനറൽ തത്വം ലംഘിക്കപ്പെടുമ്പോൾ അതിന് വഴി വെച്ചു കൊടുക്കുന്നത് ആരാണ്? ഇങ്ങനൊരു സംഘർഷത്തിൽ പോകേണ്ട ആവശ്യം എന്തുണ്ടായിരുന്നു? ഇത് അപ്പുറത്തോ ഇപ്പുറത്തോ മാറ്റിയിട്ടാൽ മതി. ഇങ്ങനെ ഒരു പൂക്കളം ഇട്ടാൽ അവിടെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിടുന്നത് കലാപശ്രമമല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഇടതുപക്ഷം. ഇവിടെ ഇപ്പോൾ ജയചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ഇതിലൊരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലെ ആ ഒരു ഗ്രാൻഡ് ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ CPM വളരെ വ്യക്തമായി തന്നെ അവരുടെ പാർട്ടി ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു നയം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? കേരളത്തിൽ ഇന്ന് BJPയും RSSും കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് വരികയാണ്. അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ജനങ്ങളുടെ ഇടയിലേക്ക് ശക്തി പ്രാപിച്ചു വരുന്നത്. അപ്പം അതിന് തടയിടണമെങ്കിൽ നിങ്ങളും ക്ഷേത്ര കമ്മിറ്റികളിൽ കയറി ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു സൂചന പാർട്ടി എല്ലാ അണികൾക്കും നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇവിടെ ജയചന്ദ്രൻ സാർ തന്നെ എടുത്തു പറയുകയുണ്ടായി, ഈ ഒരു അമ്പലത്തിൽ തന്നെ അവരങ്ങനെയാണ് ഭരണം പിടിച്ചത്. ആ ഭരണം പിടിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശ്വാസികൾക്ക് വേണ്ടിയാണോ? അല്ല. നമുക്ക് തന്നെ അറിയാം, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വിശ്വാസങ്ങൾക്കെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുവാൻ പോലും ഇവർ തയ്യാറാണ്. എന്നിട്ട് അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാർത്ഥസാരഥി എന്ന് പറയുമ്പോൾ ആ ഒരു രഥത്തിൻ്റെ മുകളിലുള്ള ഭഗവത് ധ്വജത്തിനോട് വളരെ സാമ്യമുള്ള ഒരു കൊടി നമ്മളൊരു പൂക്കളത്തിൽ ഇടുകയാണെങ്കിൽ അത് പാടില്ല എന്നിവർ പറയുന്നത് RSSനെയും BJPയെയും ഒന്നും ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇവർ പറയുകയാണ്. അതിനവർ എന്താണ് ഉപയോഗിക്കുന്നത്? ഹൈക്കോടതിയുടെ ഉത്തരവ് അവർ നേടിയെടുത്തുകൊണ്ട് അത് ഉപയോഗിക്കുകയാണ്. ഇതുപോലെയുള്ള പാവപ്പെട്ട യുവാക്കളെ അവർ കേസിൽപ്പെടുത്തി, അതും കലാപശ്രമം പോലെയുള്ള വളരെ ഗുരുതരമായ വകുപ്പുകൾ ചാർത്തിക്കൊടുത്തുകൊണ്ട് കേസിൽപ്പെടുത്തി ഇന്നാട്ടിലുള്ള യുവാക്കൾ ആരും RSSനും BJPക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരരുത്. അത് ക്ഷേത്ര കമ്മിറ്റിക്കായാൽ പോലും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും മതത്തിൽ പോലും ഇവർ മുന്നോട്ട് വന്ന് കൈകടത്തിക്കൊണ്ട് മതസ്വാതന്ത്ര്യത്തെ തന്നെ ഹനിച്ചുകൊണ്ടാണ് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കുവാനുള്ളത്, ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിലോ ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ ഇത്തരത്തിൽ അധികാരം പിടിച്ചെടുക്കുകയും അതിൽ കൈകടത്തുകയും ചെയ്യുവാനുള്ള ആ ഒരു നിർദ്ദേശം ഈ പാർട്ടി അണികൾക്ക് CPMന് കൊടുക്കുവാൻ സാധിക്കുമോ? ഇല്ല. അവിടെയാണ് ഹിന്ദുക്കളോട് മാത്രമായി ഇത്തരത്തിലുള്ള ഒരു വൈകല്യം എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഇവിടെ രാഷ്ട്രീയത്തിൻ്റെതായ സ്പേസ് ഉണ്ട്. മതത്തിൻ്റെ സ്പേസിലേക്ക് കടന്നു കയറിക്കൊണ്ട് രാഷ്ട്രീയം കൂടുതൽ മെച്ചപ്പെടുത്തുകയും അത്തരത്തിൽ അധികാരം പിടിച്ചെടുക്കേണ്ടയും ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇവർ തന്നെ വളരെ വ്യക്തമായി പറയുകയാണ്, അത് പണ്ടില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്, അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കൊടിയും അവർ ചേർത്ത് കെട്ടുകയാണ്. വളരെ വ്യക്തമായി തന്നെ നമുക്കറിയാം, FIRൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയാൽ അത് ഒരു പരിഹാസ പാത്രമായി മാത്രമേ മാറുകയുള്ളൂ. അതുകൊണ്ട് അവർ ആ വാക്ക് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇന്ന് വളരെ ശക്തമായി ദേശീയതയിൽ വിശ്വസിക്കുന്നവരുടെ ആ ഒരു വികാരമാണത് പ്രതിഫലിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് വികാരമല്ല. അത് ഇന്നിപ്പോൾ വളരെ അഴകുഴമ്പൻ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടല്ല. ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ പേരും RSSകാരായിരിക്കും, BJPക്കാരായിരിക്കും. അവരെല്ലാം ഇതിനെ വളരെ നമ്മൾക്കതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ എന്നൊക്കെ അവർ പറയുമെങ്കിലും അവരെ ഇത് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം ആ ഒരു വളർച്ചയെ തടയിടുവാൻ വേണ്ടി പോലീസിനെ ഇറക്കിയിട്ടായാലും കോടതിയുടെ പേര് പറഞ്ഞിട്ടായാലും വലിയ ഗുരുതര വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കേസെടുത്തിട്ടായാലും
നമ്മൾ ഇതിനെ എതിർക്കും എന്നുള്ളതാണ്. എന്തിനാണ് എതിർക്കുന്നത്? പാർത്ഥസാരഥി ക്ഷേത്രം വികസിപ്പിക്കുവാനാണോ? ഹിന്ദുക്കളുടെ വിശ്വാസത്തെ വിപുലീകരിക്കുവാനാണോ? അല്ല. നമ്മുടെ വളരെ 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 നാരോ ആയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് ചെയ്യുക തന്നെ ചെയ്യും. ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നമല്ല. വളരെ വ്യക്തമായാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ബിജു നായർ, അപ്പോഴും ഈ ഓണത്തിന് ഛത്രപതി ശിവജിയുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് ഓണമായിട്ടുള്ള ബന്ധമില്ലല്ലോ. രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? ശിവജിയെ ഒരു രാഷ്ട്രീയ കഥാപാത്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നിടത്തോളം സങ്കുചിതമായിരിക്കുകയാണ് നമ്മുടെ ചർച്ചകൾ ഇന്ന്. അതാണ് തെറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അത് തെറ്റ് തന്നെയാണ്. അത് തെറ്റ് തന്നെ നമ്മൾ ഉറക്കെ വിളിച്ചു പറയുവാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശിവജി ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ശിവാജിയുടെ പടം നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുന്നില്ല, ഭഗവധ്വജം നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് RSSനെയും BJPയെയും എതിർക്കേണ്ടത് ഇങ്ങനെയല്ല. ഇന്ന് നമ്മളൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് വികസനത്തിന്റെ കാഴ്ചപ്പാടാണ്. വികസനത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ട് BJPയെ എതിർക്കൂ. RSS മുന്നോട്ട് വയ്ക്കുന്നത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ള സന്നദ്ധ സേവനം പ്രവർത്തനം. അത് മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ RSSനെ എതിർക്കൂ. അല്ലാതെ ഭഗവധ്വജത്തിനെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ശിവാജിയുടെ ഫ്ലെക്സ് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ആ പേരും പറഞ്ഞ് ഹൈക്കോടതി ഇടപെടുത്തേണ്ട കാര്യമില്ല. പോലീസുകാരിങ്ങനെ രാവും പകലും ഉറക്കമിളച്ചുകൊണ്ട് അത്തപ്പൂക്കളത്തിന് കാവലിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നാട്ടിലെ യുവാക്കൾ അവർ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ്, യാതൊരു കലാപ ശ്രമത്തിനും വേണ്ടി അല്ല അവർ പ്രവർത്തിക്കുന്നത്. അത് അവർക്ക് തന്നെ അറിയാം എന്നുള്ളത് ഇവിടെ നമ്മൾ മറന്നു പോകരുത്. ശരി ബിജു നായർ. ശ്രീ ആർ ബിജു, ഒരു മതസ്വാതന്ത്ര്യം, സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എല്ലാം ഹനിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് തോന്നിപ്പിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. FIR-ൽ എവിടെയെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പരാമർശിച്ചിരുന്നെങ്കിൽ അത് പരിഹാസ്യമാകുമായിരുന്നു. അതുകൊണ്ട് അതില്ല. പക്ഷേ അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇട്ടത് പോലീസുകാർ പോയതിനു ശേഷമാണ് എന്ന് പറയുന്നിടത്ത് അതൊരു വിഷയമാണ്, അത് പരോക്ഷമായിട്ടെങ്കിലും ഒരു വിഷയമാണ് എന്നുള്ളത് വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഓണക്കാലമാണ് ഇങ്ങനെ ഒരു അനാവശ്യ പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് ഗുണകരം അല്ലെങ്കിൽ മതചിഹ്നങ്ങളും അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും ആകരുത് എന്ന ഒരു കോടതി ഉത്തരവുള്ളപ്പോൾ ഇത്തരത്തിൽ RSS എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാര് അവിടെ നടത്തിയത് ഒരു നിയമ ലംഘനം തന്നെയാണ്. ആ കാര്യത്തിൽ പോലീസിന് നടപടിയെടുക്കാതിരുന്നാൽ നേരത്തെ ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ കോടതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥര് അവിടെ ചെന്ന് അവരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിയമം നടപ്പിലാക്കുകയാണ് പോലീസ് അവിടെ നടത്തിയത്. അത് ആർക്ക് അനുകൂലമാണ് ആർക്ക് പ്രതികൂലമാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. ഇനി അത്തപ്പൂക്കളം ഇടാൻ രണ്ടുപേർക്കും പോലീസ് പറയുന്നു നിങ്ങൾ രണ്ടുപേരും അത്തപ്പൂക്കളം ഇട്ടോളൂ. ആ സമയത്ത് ഇത്തരത്തിലൊരു അത്തപ്പൂക്കളമാണ് ഇടുന്നത് എന്ന് ഇത്തരത്തിലുള്ള ഒരു ഹിഡൻ അജണ്ട ഈ പറയുന്ന RSSന്റെ ഈ പറയുന്ന പൂക്കളം ഇട്ട ആൾക്കാർക്ക് ഉണ്ടാകുമെന്ന് പോലീസിന് അറിയില്ലായിരുന്നു. അവര് പോയതിനു ശേഷമാണ് ഏകദേശം പൂർത്തിയാകുന്ന സമയത്ത് പോലീസ് പോകുന്നു, വീണ്ടും ശേഷം ഇവര് നിയമം ലംഘിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇതിന് സമാനമായി നേരത്തെ ഇവിടെ ആരൊക്കെ പറഞ്ഞല്ലോ അത് CPM ഭരിക്കുന്ന അമ്പലമാണ്. അങ്ങനെ പറയരുത്. CPM എങ്ങനെയാണ് അമ്പലം ഭരിക്കുന്നത്? CPM സംസ്ഥാനം ഭരിക്കുന്നു, രാജ്യം ഭരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് CPM അമ്പലം ഭരിക്കുന്നു എന്ന്. അമ്പലം ഭരിക്കുന്നത് വിശ്വാസികൾ തന്നെയാണ്, ഹൈന്ദവരായ ആ പ്രദേശത്തെ വിശ്വാസികൾ തന്നെയാണ്. അതിൽ പല രീതിയിലുള്ള ചിന്തകളുള്ളവരുണ്ടാകാം, ക്രിസ്ത്യാനി അല്ലെങ്കിൽ പല ചിന്തകൾ, അതായത് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായി പല ചിന്തകളുള്ളവർ ഉണ്ടാകാം. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ കാണാം, കോൺഗ്രസ്സുകാർ കാണാം, BJPക്കാർ കാണാം, പലരും കാണും. പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇതിലെ ഭൂരിപക്ഷ വർഗീയതയെ മുതലാക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന ഒരു ചിന്തയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ എല്ലാവരും ബിജു നായരൊക്കെ വളരെ ഘോരഘോരമായിട്ട് പറഞ്ഞല്ലോ, മതചിഹ്നങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇപ്പം ധ്വജത്തിന്റെ അല്ലെങ്കിൽ ഒരു കളർ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഞാനൊരു ചിത്രം കാണിക്കാം. ഇത് ദുർഗാദേവിയുടെ ചിത്രമാണ്. ഇതിനകത്ത് അധ്യാപകരുടെ ഇടത് കൈയിൽ ഇരിക്കുന്ന ഈ ആയുധം ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നാളെ ഇവിടെ LDFിന് വേണ്ടി അവർക്ക് ഈ പൂക്കളത്തിൽ ഇട്ടാൽ നിങ്ങൾ സമ്മതിക്കൂ? ഇത് ദുർഗാദേവിയുടെ കയ്യിലിരിക്കുന്ന ഒരു ആയുധമാണ്, കാണാമല്ലോ. ഇതിനെ ഈ രീതിയിൽ അവിടെ അവതരിപ്പിച്ചാൽ, ഒരു പൂക്കളത്തിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ അനുവദിക്കുമോ? സമാനമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും അല്ല ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നീതി നടപ്പിലാക്കേണ്ട പോലീസ്, നിയമം നടപ്പിലാക്കേണ്ട പോലീസ് നിയമപരമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഞങ്ങളുടെ ഒരു പാർട്ടിയുടെയോ പാർട്ടി നേതാക്കന്മാരുടെയോ ആരുടെയും ഒരു അഭിപ്രായം അവിടെ ഇല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല.
ഇവിടെ നേരത്തെ ജയചന്ദ്രൻ ചേട്ടൻ പറഞ്ഞതുപോലെ സമാധാനപരമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളിലേക്ക് വർഗീയ ചിന്തകൾ കുത്തിവെച്ച്, വർഗീയ വിഷം കുത്തിവെച്ച് അതിൽ നിന്ന് എന്ത് ലാഭമുണ്ടാക്കാൻ പറ്റും, എന്ത് ലാഭം നേടാൻ കഴിയും എന്ന ഒരു ചിന്താഗതി മാത്രമാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിൽ ഒരു ധ്വജത്തിന്റെ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു കളർ അവിടെ കൊണ്ടുവന്നു? ആ കളറില്ലാതെ ആ ഒരു പൂക്കളം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മനോഹരമായി അവിടുത്തെ ഉത്സവവും കാര്യങ്ങളും ഓണവും ഒക്കെ നടന്നു പോകും. കാലാകാലങ്ങളായിട്ട് ആ അമ്പലത്തിന്റെ ഭരണത്തിൽ കടന്നു കയറി അവിടെ ജനങ്ങളിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിനവർക്ക് ഇതുവരെയും കഴിയാതെ പോയതിനാൽ എങ്ങനെയെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം നഷ്ടപ്പെടുത്തണം. അങ്ങനെയെങ്കിലും പണ്ട് നമുക്കറിയാം, ഗോദ്ര കലാപമൊക്കെ അറിയാം. അതിന് സമാനമായ ഒരു വിഷയം ഉണ്ടാക്കിയെടുത്താൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കൊയ്യുവാൻ സാധ്യമാകുമോ എന്നുള്ള ചിന്ത മാത്രമാണ്. അല്ലാതെ ഇവിടെ എന്താണ്? അത് തന്നെയല്ലേ അവർ കാണിച്ചിരിക്കുന്നത്. പോലീസ്, നിങ്ങൾ ആദ്യം മുതലേ ഡെന്നി പറയുന്നുണ്ട്, പോലീസ് അവിടെ നിയമം ലംഘിച്ചു എന്നാണ് പറയുന്നത്. നിയമം നടപ്പിലാക്കുകയാണ് പോലീസ് ചെയ്തത്. ഇനി കേസ് എടുക്കാതിരുന്നാൽ എന്ത് ചെയ്യും? അവിടെ കലാപം ഉണ്ടായാൽ, ഇതിന്റെ പേരിൽ നാളെ അവിടെ കലാപം ഉണ്ടാകുന്ന വിഷയമുണ്ടായാൽ കോടതിയിൽ ഉത്തരവാദിത്തം പറയേണ്ടത് ആരാണ്? പോലീസാണ്. അപ്പം പോലീസ് നിയമം കൃത്യമായി നടപ്പിലാക്കി. ഇനി നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ, ഒരു വിദ്യാലയത്തിലാണെങ്കിൽ, ഒരു സ്ഥാപനത്തിലാണെങ്കിൽ പക്ഷേ ശ്രീ ആയുർബിജു അപ്പോഴും ഒരു പൂക്കളം ഇട്ടു ഈ വിഷയത്തിനകത്ത് കലാപശ്രമം എന്ന പേരിൽ വകുപ്പ് ചുമത്തി FIR ഇട്ട് കേസെടുക്കുക എന്ന് പറയുന്നതിൽ അല്പം കടന്നു കൈയല്ലേ? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അത്രയും വലിയ ഒരു വ്യാപ്തി ഈ വിഷയത്തിനുണ്ട് എന്ന് ആ നാട്ടുകാർ അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലുള്ള ഒരു ജനങ്ങളല്ല. സ്വാഭാവികമായിട്ടും ഒരല്പം കടന്ന ഒരു നിലപാടിലേക്ക് പോലീസ് പോയി എന്ന് തോന്നില്ലേ? അവണ അത്രയും വലിയ വ്യാപ്തി ആ പ്രദേശത്ത് ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെയൊരു ചെറിയ കച്ചിത്തുരുമ്പിൽ പിടിക്കുന്ന തീ ആ നാട്ടിലാകമാനം പകരാതിരിക്കാനുള്ള മുൻകരുതലാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഈ പറയുന്ന RSSകാർക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു വിഷയം എന്തിന് ഛത്രപതി ശിവജിയുടെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചു? ഈ പാർത്ഥസാരഥി അമ്പലവും ശിവജിയുമായിട്ട് എന്ത് ബന്ധം? ശ്രീകൃഷ്ണൻ ശിവജിയുമായിട്ട് എന്താണ് ബന്ധം? ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് എന്തെങ്കിലും തട്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഫലം നെഗറ്റീവാക്കി, ആ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അതിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കലാപങ്ങളിൽ കൂടി മണിപ്പൂരിൽ മറ്റൊക്കെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നമുക്കറിയാം കലാപങ്ങൾ ഉണ്ടാക്കി ആ കലാപത്തിൽ കൂടി നേട്ടം കൊയ്ത് വിജയിച്ച BJPയുടെ RSSന്റെ തന്ത്രമുണ്ട്. അത് പല സ്റ്റേറ്റിലും നമ്മൾ കാണുകയുണ്ടായി. അതിന് സമാനമായി ഈ കൊച്ചു കേരളത്തെയും മാറ്റിയെടുക്കുവാനുള്ള ശരി, ഓക്കെ, ഞാൻ തിരികെ എത്താം. ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ ശ്രീ MM ജയരാജ് നമുക്കിപ്പം തുടരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ MM ജയരാജ്, ഒരു കലാപം ഉണ്ടാകാതിരിക്കാൻ പോലീസ് മുൻകൂറായിട്ട് നടപടിയെടുത്തു, അതിലേക്ക് പോയി. അങ്ങനെ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കലാപമോ സംഘർഷമോ ഒക്കെ ഈ ക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ടോ ഈ പൂക്കളങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അവിടെ ഇതിനു മുൻപ്? ക്ഷേത്രത്തില് ഈ അടുത്ത കാലയളവിലായി ക്ഷേത്രത്തിൽ ഒരു വലിയ വികസന മുന്നേറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തില് 75 ലക്ഷം രൂപയുടെ ചിലവാക്കി അലങ്കാര ഗോപുരത്തിന്റെയും സേവാ പന്തലിന്റെയും നിർമ്മാണം പൂർത്തിയായി വരുന്നു. ഏകദേശം 60 ലക്ഷം രൂപയോളം ചെലവാക്കിക്കൊണ്ട് സദ്യാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ബഹുമാന്യരായ നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെയും വലിയ പിന്തുണയോടെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തെ ആരാധിക്കുന്ന ഒരു വലിയൊരു ജനവിഭാഗമുണ്ട്. അല്ല, ഏതെങ്കിലും തരത്തിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ശ്രീ ജയരാജ്, ഏതെങ്കിലും തരത്തിൽ അല്ല ഇങ്ങനൊരു സംഘർഷം അവിടെ നിങ്ങൾ ഈ നേരത്തെ സംഘർഷം ഉണ്ടാകും എന്നതുകൊണ്ട് പോലീസ് ഒരു കച്ചിത്തുരുമ്പെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിരുന്നോ അവിടെ കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു? പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് വികസന പ്രവർത്തനങ്ങളല്ല. ഞാൻ അതിലേക്ക് വരികയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുമ്പോൾ ഈ ഭരണസമിതിയുടെ കാലാവധി 3 മാസത്തിനകം തീരും.
മറ്റ് യാതൊരു തരത്തിലുള്ള നെഗറ്റീവായ യാതൊന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തുപൊക്കി ക്ഷേത്ര ഭരണസമിതിക്ക് പോലും ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സമ്മർദ്ദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ല അതിനകത്ത് 2-3 വിഷയങ്ങൾ. ക്ഷേത്ര കമ്മിറ്റിയാണ് പരാതി കൊടുത്തത്. കേസ് ആ പരാതിക്ക് ശേഷമാണ് ഉണ്ടായതല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സംഘർഷ സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നോ? അല്ല, ഇങ്ങനൊരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? ക്ഷേത്രസഭയുടെ പ്രസിഡന്റ് എന്നോടൊപ്പം ഉണ്ട്, അദ്ദേഹത്തിന് കൊടുക്കാം. കേൾക്കാമല്ലോ അല്ലെ? ഞാൻ ഇങ്ങനെ ഒരു കേസിൽ ഇങ്ങനെ ഒരു പരാതിയിലേക്ക് കടക്കാൻ സംഘർഷപരമായിട്ടുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിലോ മറ്റോ അവിടെ ഉണ്ടായിട്ടുണ്ടോ? പല വർഷങ്ങളിലും നടന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും അടയാളങ്ങളും ബോർഡുകളും ഒക്കെ സ്ഥാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രതി പല കേസും നിലവിലുണ്ട്. പൂക്കളം ഇടുന്നതുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുണ്ടോ? പൂക്കളം ഇടുന്നതുമായിട്ടും ബന്ധപ്പെട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ കൊടിയും ചിഹ്നവും, അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ RSSന്റെ ചിഹ്നം അവര് പേരെഴുതി വെച്ചു. അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ കേസുണ്ടായി. പിന്നീടത് ഒഴിവാക്കി. ഈ വർഷം ഒരു കാരണവശാലും ഒരു ചിഹ്നങ്ങളും പാടില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പോലും കൊടിയും അടയാളങ്ങളും ബോർഡുകളും സ്ഥാപിച്ചു. ആ പോയിന്റ് വ്യക്തമാണ്. ശ്രീ കേണൽ ഡിനി, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുള്ള രാഷ്ട്രീയമല്ല. അത് അംഗീകരിക്കുന്നു. അവിടെ കേസുണ്ടായി. ശ്രീ കേണൽ ഡിനി, നന്ദി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് നമുക്കൊപ്പം ചേർന്ന്. ചെറിയൊരു വിഷയമാണ് ശ്രീ കേണൽ ഡിനി. നമ്മൾ ഈ സൈനിക വിഷയങ്ങളൊക്കെ ചർച്ച നടത്തുമ്പോൾ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ കോണ്ടെക്സ്റ്റ് താങ്കൾക്ക് ഏറെ പരിചയമുള്ളത് കൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷവും പൂക്കളവുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, പരാതി ഉണ്ടായിട്ടുണ്ട്, കോടതിയിലേക്കും കേസിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ തോരണങ്ങളോ ഫ്ലക്സോ ഒന്നും വേണ്ട, സമാധാനപരമായി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോർട്ട് ഓർഡർ വരുന്നു. അതായത് ആരും ഇടണ്ട. ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇതിൽ പ്രശ്നമുണ്ടായതാണ്. പ്രശ്നമുണ്ടാകാതെ പോകുക എന്നുള്ളതാണല്ലോ അതിപ്പോൾ അതിർത്തിയിലാണെങ്കിലും അല്ലാത്ത സാധാരണ സമൂഹത്തിലാണെങ്കിലും ഉണ്ടാവുക. അപ്പോൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ നോക്കിയതാണ് എന്ന് ക്ഷേത്ര കമ്മിറ്റി പറയുന്നതിനകത്ത് ഒരു കഴമ്പില്ലേ? നോക്കൂ മാഡം, ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. പല കാര്യത്തിനും എനിക്ക് ഉത്തരം പറയാനുണ്ട്. അപ്പൊ എനിക്ക് അപ്രോപ്രിയേറ്റ് ടൈം തരുമെന്ന് ഉള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഞാനത് ഈ വിഷയത്തിൽ മാഡത്തിന്റെ ആ വിഷയത്തിൽ ഞാൻ വരാം. ഇപ്പം ഫസ്റ്റ് തന്നെ ഞാൻ അന്ന് നേരത്തെ ഇന്റർവെൻഷൻ ചെയ്തപ്പം ശ്രീ ബഹുമാനപ്പെട്ട ജയചന്ദ്ര സാറിന്റെ അടുത്ത് ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അത് ആൻസർ ചെയ്തില്ല. ഞാൻ ചോദിച്ചത് ഇത്രയും ഇതുള്ളായിരുന്നു. നോക്കൂ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് 1-2 കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നമ്മൾ എല്ലാവർക്കും യോജിപ്പുണ്ട്. ഒന്ന്, അവിടെ ഭരണസമിതിയും ഈ യുവാക്കളും കൂടെ പൂക്കൾ ഇട്ടത് രണ്ടുപേരുടെ അനുമതിയിലൂടെ, രണ്ടുപേരും, അതായത് ഭരണസമിതി അവരെ പൂക്കൾ ഇടരുത് എന്ന് പറഞ്ഞിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ട്രഷററും പറഞ്ഞു, പ്രസിഡന്റും പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ജയചന്ദ്രൻ സാറും പറഞ്ഞു. അതുകൊണ്ടാണ് പോലീസ് വന്നിട്ട് രണ്ടുപേർക്കും 2 ഏരിയ കൊടുത്തത്. ഇതിനകത്ത് തർക്കമില്ലല്ലോ, അതിനകത്ത് തർക്കമില്ല. ഇനി പോലീസ് അവിടെ കാവൽ നിന്നു, രാത്രി മൊത്തം നിന്നു എന്നുള്ളതിനകത്തും തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ FIR-നകത്ത് ഈ എന്തിനാ പറഞ്ഞേക്കുന്നത്? അതായത് 9 മണിയോടെ ശാസ്താംകോട്ട വില്ലേജിൽപ്പെട്ട മുതലപ്പുകാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പൂക്കൾ കൊണ്ട് അത്തപ്പൂവും പൂക്കളും എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അതിനകത്ത് എഴുതി വെച്ചത്? അപ്പം ഈ അനുവാദമില്ലാതിരുന്നിട്ട് ഈ പോലീസുകാർ കാവൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ എന്താ വയലേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നോ? അപ്പൊ അത് കളവാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇനി അതിനകത്ത് യാതൊരു സംശയമില്ല, കളവാണെന്നും ഇപ്പൊ എടുക്കുന്ന ആക്ഷൻ അതിനകത്ത് ഇംഗ്ലീഷിലെ ആഫ്റ്റർ തോട്ട് എന്ന് പറയും. അതായത് ചെയ്തു കഴിഞ്ഞു, ഇനി നമുക്ക് അതിനെ എങ്ങനെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ അതിനകത്ത് ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ ആയാലും ശരി, ശ്രീ ആയൂർ ബിജു ആയാലും ശരി, അതിനെ കവറപ്പ് ചെയ്യാണ്. എങ്ങനെയാണ് കവറപ്പ് ചെയ്യുന്നത്? ഇവർ ചെയ്തു, അവർ പോലീസ് അവിടെ നിന്നു, കാവൽ നിന്നു. പോലീസ് ഫുൾ തീർന്നവരവിടെ ഉണ്ടായിരുന്നു. അവർ പോയി, ഒരു പ്രശ്നമില്ല. അവർ നോക്കിയപ്പോൾ അവിടെ കാവിക്കൊടികളൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഇപ്പം പറയാണ് ഈ പൂക്കളം വേറെ കളർ കൊടുത്തുവിടുക ശ്രീ ആയൂർ ബിജു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജമന്തി പൂവിനെ ബാൻ ചെയ്യണം. നമ്മൾ ജമന്തി പൂ പാടില്ല എന്ന് ബാൻ ചെയ്യണം. അല്ലെങ്കിൽ ജമന്തി പൂ ഇനി തൊട്ട് പച്ച കളറിൽ വേണം എന്ന് നമ്മൾ പറയണം. ജമന്തി പൂ വെച്ചിട്ടുള്ള ഒരു പൂക്കളം ഇടുമ്പോൾ, ജമന്തി പൂവിന്റെ ഒരു പൂക്കളം ഇടുമ്പോൾ അതിനകത്ത് ഈ കളറെ പറ്റത്തുള്ളൂ ശ്രീ ആയൂർ ബിജു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പൊ അങ്ങനെ ഒരു പൂക്കളത്തിനകത്ത് ഇട്ടു എന്നാണ് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞു ശിവാജി മഹാരാജ് എങ്ങനെയാണ് ഇതിനകത്ത്? ശിവാജി മഹാരാജിന്റെ ഫ്ലെക്സ് പഴയ ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് മുതലപ്പക്കാട് ദേശം എന്നാണ്. ഇതാണ് അതിന്റെ ഫോട്ടോ. അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ BJP-യോ RSS-ഓ ഒന്നിന്റെ ഇല്ല.
അതൊരു പൊതുവായിട്ടുള്ള ഒരു പേര് മാത്രമാണ് കൊടുത്തത്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ആ ഫ്ലെക്സ് വെച്ചേക്കുന്നത്. അത് ഇപ്പം വെച്ചതല്ല, പണ്ടങ്ങാണ്ട് വെച്ചൊരു കാര്യമാണ്. അതിനകത്തും ഒരു തർക്കമൊന്നുമില്ല. അതായത് കുറെ കാലം മുമ്പുള്ള അത് ക്ഷേത്ര പരിസരത്തല്ല, അല്ല ശ്രീ കെടലിനി, അത് ക്ഷേത്ര കോമ്പൗണ്ടിനകത്തല്ല, അല്ല കോമ്പൗണ്ടിനകത്തല്ല, അല്ല അത് പുറത്താണ്, അത് കുറെ മുമ്പുള്ളതാണ്. അതെ, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് എന്നുള്ളത് അടിവരയായിട്ട് ഞാൻ പറയുകയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. ക്ഷേത്രത്തിന് ഉള്ളിലാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് അതിനകത്തൊന്നും പാടില്ലാന്ന്. ഈ പൂക്കളം പോലും ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന് വെളിയിലാണ്, റോഡ് സൈഡിലാണ്. അതുകൊണ്ടാണ് ആ പോലീസിനെ ആ സമയത്ത് അവർ ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രീ ആയൂർ ബിജു പറഞ്ഞ പോലെ അവർ ഈ സംഘർഷം വേണ്ട എന്നുള്ള രീതിയിൽ കൊണ്ട് തന്നെയാണ് അവരിത് തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്ത് രണ്ടുപേർക്കും സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കാവൽ നിൽക്കുകയും അത് കഴിഞ്ഞിട്ടാണ് അവർ പോയത്. ആ പോയി കഴിഞ്ഞിട്ട് വന്നപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഇവർ കണ്ടു. ആരാണ്? ഭരണസമിതിക്കാർ പിന്നീട് വന്നത്. ആദ്യം ഭരണസമിതിക്കാർ തീർത്തിട്ട് പോയിരുന്നു. അപ്പൊ ഈ കുട്ടികൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വന്നപ്പോഴാണ് ഇവർ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് കണ്ടത്. കാരണം അതാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളത് നിന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഭരണസമിതി പറയണം, ഈ പാർത്ഥസാരഥി അമ്പലം, കൃഷ്ണൻ സാരഥിയായിട്ടിരിക്കുന്ന അമ്പലത്തിനകത്ത് ആ കൊടിയുടെ ആ ജമന്തി പൂ വെച്ചിട്ടുള്ളത് അത് തെറ്റാണെന്ന് പറയാനുള്ളവർക്ക് ആർജവമുണ്ടോ? ആരെങ്കിലും പറയുമോ തെറ്റാണെന്ന്? പറയൂ? അത് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം പാർത്ഥസാരഥി അമ്പലത്തിന്റെ മുകളിൽ ആ ഭഗവാൻ കൃഷ്ണന്റെ എന്താ പറഞ്ഞ ആ സാരഥിയുടെ ആയിട്ടിരിക്കുന്ന ആ കൊടി അതേ കളർ, അത് ജമന്തി പൂ വെച്ചാണ് ചെയ്തത്. ഞാനത് പോയി കണ്ടതാണ്. ജമന്തി പൂ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു കാവി കൊടി ഏതെങ്കിലും ഒരു കൊടി എടുത്ത് വെച്ചേക്കുന്നല്ല അവിടെ. അപ്പൊ അത് തെറ്റല്ലെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് വന്നു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് അതിന്റെ ഇമ്പാക്ട് മനസ്സിലായി. അവർ ഇമ്മീഡിയറ്റ്ലി അതിനെ മറ്റു രീതിയിലേക്ക് ഫ്ലെക്സ് കൊണ്ടുവന്നു, ഈ കാവിക്കൊടി കൊണ്ടുവന്നു. അങ്ങനൊന്നും ഒരു കാവിക്കൊടി അവിടെ ഇല്ല. അപ്പൊ പിന്നാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ FIR-ൽ അനുമതി ഇല്ലാതാണ് ആ പൂക്കളം ചെയ്തതെന്ന് അവർ എഴുതിയിരിക്കുന്നത്. എന്റെ ചോദ്യം, അനുമതി ഇല്ലാതായിരുന്നിട്ട് എന്തുകൊണ്ട് പോലീസ് അവിടെ കാവൽ നിന്നു? എന്തുകൊണ്ട് പോലീസ് അവിടെ രണ്ട് ഭാഗത്തിന് അത് നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ്, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അതിനകത്ത് തെറ്റൊന്നുമില്ല, നല്ല ഉദ്ദേശത്താണ്. പക്ഷെ അവരിൽ പൊളിറ്റിക്കൽ പ്രഷർ വന്നപ്പോഴാണ് അവർക്ക് ഈ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അതാണ് എന്റെ സത്യം. പിന്നെ ഇവിടെ ചോദിച്ചു ശിവാജിയും കൃഷ്ണനൊക്കെ തമ്മിൽ എന്ത് ബന്ധം? ഇതൊക്കെ ഞാൻ എന്താണ് പറയുക? ശിവാജിയും മഹാരാജും കൃഷ്ണൻ ഒക്കെ എന്ത് ബന്ധമാണെന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. അവരെല്ലാവരും ഒരു വിശ്വാസത്തിലും ഒരു സനാതന ധർമ്മത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് ഒരു ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമല്ല. ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ഒരു ലോകമാണ് നമ്മുടെ, ദേശമാണ് നമ്മുടെ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നേരത്തെ ശ്രീ ജയചന്ദ്രൻ സാർ, ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഈ ഗ്രാൻഡ് ഡിസൈൻ, നേരത്തെ ശ്രീ ബിജു നായർ അതിനെ കുറിച്ച് പറഞ്ഞു. ഈ ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ കാലാകാലങ്ങളിൽ പോകുന്നു എന്ന് മനസ്സിലാക്കി ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിലും തിരിച്ചു വരിക എന്നുള്ള CPM-ന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ശരി, ശ്രീ എം ജയചന്ദ്രൻ, അതിനുള്ള മറുപടി 3 വിഷയങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആദ്യം പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ FIR ഇല്ല, ഞങ്ങൾക്കത് വിഷയമല്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ അത് കേസിലില്ല. രണ്ടാമത്തത് ശിവജിയുടെ ഫ്ലക്സ് ആണ്, അതാണ് FIR-ൽ ഉണ്ടായിരുന്നത്. ആ ഫ്ലക്സ് നിൽക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്, അതിപ്പോൾ വെച്ചതല്ല, അതിന് മുൻപ് വെച്ചതാണ് എന്ന് പറയുന്നു. അതങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് അത് FIR-ൽ ഇപ്പോൾ പരാമർശിച്ചത് എന്നുള്ളൊരു വിഷയം വരുന്നു. പിന്നെ പറയുന്നത് കൊടിയാണ്. കൊടി എന്ന് പറയുന്നത് അത് പൂക്കളം കൊണ്ടല്ലേ ഉണ്ടാക്കിയത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒരു കൊടി അവിടെ കൊത്തിവെച്ചതല്ലല്ലോ, ആ രീതിയിൽ ഒരു വലിയ വിഷയമാക്കി എടുക്കാൻ എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോഴും ഇനി ഉണ്ടെങ്കിൽ തന്നെ ആകെ പറയാനുള്ളത് അത് മാത്രമായിരിക്കും. അതാണ് കലാപശ്രമം എന്ന പേരിൽ കേസെടുത്തത് എന്ന് പറയുന്നിടത്ത് ഒരു പക്ഷേ ഇതാരാണ് ഒരു കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനം കൊടുക്കുന്നതൊരു സംശയം തോന്നും. അതെ, ഞാനത് പറയാം കേട്ടോ. കേണൽ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ മടിയുണ്ടായിട്ടല്ല സർ, അതിനുള്ള സമയം അപർണ എനിക്ക് തന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു താങ്കളുടെ ആ ചോദ്യത്തിന്. അതായത് ഈ ഒരു ആഫ്റ്റർ തോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് തോട്ടിന്റെ ഭാഗമായിട്ടല്ല FIR-ൽ അങ്ങനെ വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങ് അവിടെ പോയിട്ടുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞല്ലോ, അവിടെ ചോദിച്ചാൽ മതി. RSSന്റെ പ്രവർത്തകരോട് ചോദിച്ചാൽ ആ പ്രശ്നം തുടങ്ങുന്നത് ഏതാണ്ട് ഒരു 8 മണി കഴിയുമ്പോൾ തുടങ്ങുന്നുണ്ട്. 9 മണിക്കൊക്കെ പ്രശ്നം ഒരു നല്ല നിലയിൽ, ഈ നല്ല നിലയിൽ ഉദ്ദേശിച്ചത് മോശപ്പെട്ട നിലയിലാണ് കേട്ടോ, നമ്മൾ ഈ ചർച്ചയിലാകണം അങ്ങനെ പറഞ്ഞതാണ്, സോറി, ഒരു മോശപ്പെട്ട നിലയിലേക്ക് 9 മണിയോടൊക്കെ മാറുന്നുണ്ട്. അപ്പൊ പോലീസ് അവിടെ ആ സമയം മുതലാണ് പോലീസിന്റെ സാന്നിധ്യം അവിടെ സജീവമായിട്ടുണ്ടാകുന്നത്. ആദ്യം 2 പോലീസുകാരുണ്ടായിരുന്നു, പിന്നീട് കൂടുതൽ ആൾക്കാർ വരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ തർക്കവും ബഹളവും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും പിന്നെ 2 കളങ്ങളിട്, പൂക്കളങ്ങളിട് എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അത് ഇരു കൂട്ടരും അനുസരിക്കുന്നു, അംഗീകരിക്കുന്നു, പൂക്കളം ഇടുന്നു, പോലീസ് തീരുന്നവരെ നോക്കി നിൽക്കുന്നു. അപ്പൊ ഈ സംഘർഷത്തിന്റെ ചുറ്റുപാടുകൾ തുടങ്ങുന്നത്
ഈ പറയുന്ന 8-8:30 മണിയോടുകൂടിയാണ് 9 മണിക്കാണ് ഈ പ്രശ്നം അതിന് മൂർധന്യത്തിലെത്തുന്നതും പോലീസ് ഇടപെടുന്നതും എന്നുള്ളതാണ് അതിന്റെ അത്ര സംഗതി. പിന്നെ അങ്ങേക്ക് അറിയാമല്ലോ, FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ SHO. ബാക്കി കോടതിയിൽ കൂട്ടിച്ചേർക്കേണ്ടത് ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ ഇനി വരികയും ചെയ്യും എന്നത് അങ്ങേക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. അപ്പൊ ഇത് അതിന്റെ ചുരുക്കം ഇതാണ്. ഈ 9 മണി നമ്മൾ പറയുന്നത് ചുരുക്കം ഇതാണ്. അതൊരു ആഫ്റ്റർ തോട്ടോ സെക്കൻഡ് തോട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായതല്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻഡോ പാക് സ്കിർമിഷിൽ ആ സമയത്ത് അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു എയർ കമ്മഡോർ ഒരു പുസ്തകം എഴുതിയിരുന്നു. അതിന്റെ പേര് റെഡ് ഈഗിൾ ഓവർ ഖേംകരൻ, മലയാളത്തിൽ ഖേംകരനിലെ ചുവന്ന പരുന്ത് എന്ന് പറയാം. അത് കോടതിയുടെ വിമർശനത്തിൽ തന്നെ, ഹൈക്കോടതിയുടെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ വിമർശനത്തിൽ തന്നെ പാത്രമായി. അന്ന് കോടതി പറഞ്ഞത് ഈ രാജ്യരക്ഷാ പ്രതീകങ്ങളെ, അത് യുദ്ധസമയത്താണെങ്കിലും മറ്റു സമയത്താണെങ്കിലും അത്തരം പ്രതീകങ്ങളെ ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ പാടില്ല. അത് രാജ്യദ്രോഹമൊന്നുമല്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പിന്നെ പൗരന്മാരുടെ എല്ലാം പിന്നെ ഉള്ളിലുണ്ടായിരിക്കേണ്ട വസ്തുതയാണെന്ന് പറഞ്ഞ് വിശദമായ വിമർശനം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. അതിനുശേഷമാണ് പൊതുവിൽ നമ്മൾ പിന്നെ ഈ ഇത്തരം ഓപ്പറേഷൻ സിന്ധു നമ്മുടെ രാജ്യരക്ഷയുടെ പ്രധാനപ്പെട്ട പ്രതീകമാണ്. ഈ നൂറ്റാണ്ടിലെ കാർഗിലൊക്കെ നിൽക്കുന്നു, അത് മറന്നുകൊണ്ടല്ല പറയുന്നത്, എന്നാൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യരക്ഷാ പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ധു. അതിനെ അങ്ങനെ ഒരാൾക്കും ഇപ്പൊ ഇത് FIR ചേർക്കാനും പറ്റില്ല. ചേർത്താൽ അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മറ്റേ കേസിൽ ചെവിക്ക് പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം ചേർത്താൽ എന്തിനാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് കോടതി ചോദിക്കും, പോലീസുകാരോട്, FIR എഴുതിയവനോട് ചോദിക്കും. അതങ്ങനെ ചെയ്യാൻ പാടില്ല. അത്തരം രാജ്യസ്നേഹ പ്രചോദിതമായ രാജ്യരക്ഷാ പ്രചോദിതമായ കാര്യങ്ങളെ അത്തരത്തിൽ വിവാദങ്ങളിലേക്ക് വലിച്ചേക്കാൻ പാടില്ല എന്നുള്ളത് നിയമമൊന്നുമല്ല. പക്ഷെ നമ്മളൊരു കീഴ്പ്പതിവ് അങ്ങനെയാണ്, പ്രീസഡൻസ് അങ്ങനെയാണ്. ആ പ്രീസഡൻസ് നമ്മളെല്ലാവരും അനുസരിച്ച് പോരുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഒരു മറ്റൊരു അന്വേഷണം ഇല്ലാതെ തന്നെ എനിക്ക് പറയാൻ കഴിയും. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടാവാനും പാടില്ല. പിന്നെ ഈ പറഞ്ഞ ഗ്രാൻഡ് ഡിസൈൻ ഞാൻ പറഞ്ഞത്, ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞത് നിങ്ങൾ സാർ പറഞ്ഞതുപോലെ അല്ല. കേരളത്തിൽ RSSഉം ഒക്കെ ആയിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്ത ആളുടെ പേര് പിണറായി വിജയൻ തന്നെയാണ്. അത് 2016 ഡേറ്റ് ഞാൻ പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. 2016 ഒടുവിൽ പിന്നെ അതിനിടയിൽ ശ്രീ M. ജയചന്ദ്രനോട് ക്ഷമിക്കുക, അതിനിടയിൽ ഇപ്പോൾ പോലീസിന്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് കോടതി വിധിക്കെതിരായി ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലക്സും പ്രദർശിപ്പിച്ചതിനാണ് കേസെടുത്തത്. ഓണപ്പൂക്കളം ഇട്ടതിന് കേസെടുത്തു എന്നത് വ്യാജ പ്രചാരണം. ഇങ്ങനെ വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് കൂടി ഈ മിനിറ്റിൽ വരികയാണ്. ശ്രീ ബിജു നായർ, അതായത് പോലീസ് വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഇത് മറ്റൊരു ട്വിസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. ഇല്ലാത്ത ഒരു വിഷയം ഉണ്ടാക്കി അതിലൊരു പ്രചാരണം നടത്തി എന്നുള്ളതാണ്. നമുക്കൊരു സമയപരിധി കൊണ്ടാണ് മാഡം പറഞ്ഞേക്കുന്നത്. FIR പോലീസ് പറഞ്ഞേക്കുന്നത് അനുമതി ഇല്ലാതെ പൂക്കളം ഇട്ടെന്നാണല്ലോ. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് പറയുന്നത് അവിടെ കൊടി വെച്ച്? അതാണ് പോലീസിന്റെ വിശദീകരണം. നിയമ നടപടി എന്ന് പോലീസ് പറയുകയും ചെയ്തു. നമുക്ക് അതെ, അപ്പം എനിക്കിതിൽ പറയാനുള്ളത് ആയൂർ ബിജു പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു പോയിന്റാണ്. അദ്ദേഹം ഒരു പടം ചൂണ്ടിക്കാട്ടി അതിൽ എനിക്കൊന്ന് അരിവാളാണ് കാണിച്ചിരുന്നതെന്ന് തോന്നുന്നു. അത് പൂക്കളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മൾ ഇന്ന് എത്രത്തോളം സങ്കുചിതമായാണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പോലീസ് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്ലാരിഫിക്കേഷനും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്താണ് ഇപ്പൊ ആയൂർ ബിജു തന്നെ പൂജ സമയത്ത് കൽക്കട്ടയിലേക്ക് പോയാൽ അറിയാം, അവിടെ എല്ലാ തരത്തിലുള്ള പൂക്കളങ്ങളും അതുപോലെയുള്ള പൂജാ മണ്ഡപങ്ങളും ഉണ്ടാക്കുമ്പോൾ അത് കലാപരമായാണ്. ഇതൊരു വ്യാജ പ്രചാരണം. പോലീസ് പറഞ്ഞിരിക്കുന്നത് വ്യാജ പ്രചാരണം നടത്തിയെന്നുള്ളത്. അത് കേസ് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു സാധ്യതയും കൂടിയുണ്ട്. ശ്രീ ആയൂർ ബിജു, ആ ഒരു വിഷയം കൂടി നമുക്കൊന്ന് പരാമർശിച്ച് അവസാനം. ഇതിലിപ്പോ ഫേക്ക് ന്യൂസ് ആണ് ഇത് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കേണൽ ഡിന്നി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, FIR ഉള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ പോലീസും കുറച്ച് പിന്നോട്ട് പോയിരിക്കുകയാണ്. അത് ശരിയാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എതിരെ നിയമ നടപടി. ശ്രീ ആയൂർ ബിജു, നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, FIR നമുക്ക് കൊടുക്കുമ്പോൾ അതിനെ കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് ഒഴിവാക്കാനോ സാധ്യമാകും. ഫസ്റ്റ് ഇൻഫർമേഷൻ ആണ് FIR എന്ന് വന്നത്. അതിൽ പോലീസിന്റെ അന്വേഷണത്തിൽ മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ അതിൽ ചേർക്കപ്പെട്ടത് ഒഴിവാക്കാനോ സാധ്യമാകും. ശരി, സമയപരിമിതി കൊണ്ടാണ്. ഏതായാലും ഇപ്പൊ വന്നിരിക്കുന്ന വിശദീകരണം ഈ വാർത്തയെ തന്നെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്നത് ഏത് തരത്തിലേക്കാണ് പോലീസ് കൊണ്ടുപോകുന്നത്, അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സ്വാഭാവികമായിട്ടും BJP ആരംഭിക്കും. അതേത് തരത്തിലേക്കുള്ള റിഫ്റ്റിലേക്ക് കാര്യങ്ങൾ, പൊളിറ്റിക്കൽ റിഫ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ളതൊക്കെ വലിയ വിഷയമാണ്. ഓണക്കാലത്ത് അത് ഒഴിവാക്കേണ്ട വിഷയമായിരുന്നു. അത് അങ്ങനെ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ഇത് ഈ കേസെടുത്തത് ശരിയാണോ എന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ 68% പ്രേക്ഷകരും അല്ല എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയപരിമിതി കൊണ്ടാണ്
വീണ്ടും എനിക്ക് കടക്കാൻ കഴിയാത്ത വലിയ നീണ്ട ടൈം ബ്രേക്ക് ഉള്ളതുകൊണ്ട് വളരെയധികം നന്ദി ശ്രീ എം ജയചന്ദ്രൻ, കേണൽ ഡിനി ബിജു നായർ, ഒപ്പം ശ്രീ ആയുർ ബിജു പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നത്. നമസ്കാരം.